ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ നോമ്പൊക്കെ നമ്മോട് വിട പറഞ്ഞു പോവുകയാണ്. പെരുന്നാളൊക്കെ ഇതാ പടിവാതിൽക്കൽ എത്തിയെന്ന് പറയുന്ന പോലെ ആയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഈദ് ഗിഫ്റ്റായിട്ട് ഒരു സമ്മാനവും കിട്ടിയിട്ടുണ്ട്. കാലിന് ഞാനൊന്ന് ജസ്റ്റ് വാഷ്റൂമിൽ സ്ലിപ്പായിട്ട് കാലൊന്ന് പ്ലാസ്റ്റർ ചെയ്തു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയൊരു എന്താ പറയുക പെയിന് അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിതാ മൈലാഞ്ചിയൊക്കെ കയ്യിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ന് അബുദാബിയിലോട്ട് പോവുകയാണ്. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇത് നാട്ടിൽ നിന്ന് ഉപ്പ കൊടുത്തയച്ചതാണ് കേട്ടോ. ഉപ്പയും കൂടി കൊടുത്തയച്ചതാണ്. ഒരു മെഹന്തി വീട്ടിലുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മളിതാ അബുദാബിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള വീഡിയോ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മുടെ കൂടെ ബ്രദറിൻ്റെ 2 മക്കളും ഉണ്ട് കേട്ടോ. അവർ നമ്മുടെ കൂടെ നോമ്പ് തുറ കഴിഞ്ഞിട്ട് വന്നതാണല്ലോ ഇങ്ങോട്ട് ദുബായിലോട്ട്. അപ്പോൾ നമ്മളിതാ അബുദാബിയിലെത്തി. ഈ ഒരു കാഴ്ച നമുക്ക് അബുദാബിയിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ കേട്ടോ. എന്തൊരു രസമല്ലേ. ഈ ഒരു പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ ഒരു വീഡിയോ ഫുള്ളായിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല. കാരണം കുറച്ച് ബിസി ആയിരുന്നു കുട്ടികളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിനി ബാക്കി പെരുന്നാളിൻ്റെതാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ ഇന്നാണ് നമ്മുടെ പെരുന്നാൾ ദിവസം. എല്ലാവരും പള്ളിയിലൊക്കെ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞു. അതും എനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, ജുവ കുറച്ച് ഇറിറ്റേറ്റഡ് ആയിരുന്നു ആൾ. അപ്പോൾ അത് കാരണം കുറച്ച് ബിസി ആയിരുന്നു. ഇതാണ് നമ്മളുടെ ഫുഡ് കഴിക്കുന്ന ആ ഒരു ടൈമിങ്ങൊക്കെ. ഫുഡൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാ ഫാമിലി മെമ്പേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ ബ്രദറിൻ്റെ വീട്ടിൽ. ഭയങ്കര രസമായിരുന്നു അത്. നല്ലൊരു ഈവായിരുന്നു അത്. അങ്ങനെ നമ്മളെല്ലാവരും ഗേൾസ് ടീംസാണ് ഇനി ഫുഡ് കഴിക്കാൻ പോകുന്നത്. ബോയ്സിൻ്റെ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. ബാക്കിയൊക്കെ ഫുഡ് കഴിച്ചിട്ട് കാണാം. ഓക്കെ. അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഹുദരിയാത്ത് ബീച്ചിൽ, അവിടെ അടുത്തുള്ളൊരു ബീച്ചിലോട്ട് പോയി. അവിടെ ഇതാ പ്ലേയിങ് ആണ്, കുട്ടികളും വലിയവരൊക്കെ പ്ലേയിങ് ആണ്. അപ്പോൾ നാളെയാണ് നമ്മുടെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാര്യമായിട്ട് നമ്മുടെ ഈദ് സെലിബ്രേഷൻ നാളെയാണുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് ദുബായിലോട്ട് പോകും. അങ്ങനെ ഗൈസ് നേരം വെളുത്തു. ഞങ്ങളിതാ ബസ് വരാൻ റെഡിയായി. എല്ലാവരും ബസ്സിൽ വരുന്നുണ്ട്. നമ്മളാണ് ലാസ്റ്റ് അവർ പിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോവാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ കോർഫുഖാനിലോട്ട്. അവർ അബുദാബിയിൽ നിന്നാണ് എല്ലാവരും കൂടിയിട്ട് ബസ്സിന് വരുന്നത്. ജുവദ റെഡി ആയിട്ട് നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. എന്താണെന്നൊന്നും അറിയാതെ അവളും എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴോട്ട് പോവാം. അങ്ങനെ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ ജുവയും പൂരിയും ബാജിയുമാണ് പറഞ്ഞത്. കാക്കു പിന്നെ പൊറോട്ടയും എഗ് റോസ്റ്റും പറഞ്ഞു. അങ്ങനെ ടൈമില്ല, നമ്മൾ വേഗം കഴിച്ച് തീർക്കണം. അതിനുള്ളിൽ അവരിവിടെ എത്തും. നമ്മളിതാ കഴിച്ചു കഴിഞ്ഞു. ബില്ലൊക്കെ പേ ചെയ്തു. അവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ താഴെ റിസപ്ഷനിലോട്ട് തന്നെ പോവുകയാണ്. പിന്നെ കുറച്ച് സ്നാക്സും കൂടി നമുക്ക് വാങ്ങാനുണ്ടായിരുന്നു. വെറുതെ ജസ്റ്റ് കുറിക്കാൻ വേണ്ടി ബസ്സിലോട്ടൊക്കെ ഇരുന്നിട്ട് കുട്ടികൾക്കൊക്കെ ഉള്ള ബിസ്ക്കറ്റ്സും ലേസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ചിപ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലോട്ട് കയറുകയാണ്. അപ്പോൾ നമ്മളിതാ സ്നാക്സൊക്കെ വാങ്ങാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. ഇനി കാര്യമായിട്ട് വേറെ ഒന്നും വാങ്ങാനൊന്നുമില്ല. ജുവക്കൊരു സൺഗ്ലാസ് വേണമായിരുന്നു, പക്ഷെ അതിവിടെ നല്ലതൊന്നും കാണാനില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അത് സ്കിപ്പ് ചെയ്തു. അങ്ങനെ ഇനി നമുക്ക് റിസപ്ഷനിലോട്ട് പോവാം നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ. ഇതാണ് കേട്ടോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്, ലെവാൻഡ് ടവർ, അജ്മാൻ എമിറേറ്റ് സിറ്റിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി അവരവിടെ വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ്സിനുള്ളിൽ അവരെത്തും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബസ്സിലെത്തിയിട്ട് കാണാം ബാക്കി. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട്. ഇതാ നമ്മൾ ബസ്സിൽ കയറി. പെട്ടെന്നായിരുന്നു എല്ലാം. ജഗപൊഗ എന്ന് പറഞ്ഞ പോലെ ഹറി ആയിരുന്നു. നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഉണ്ട്. അങ്ങനെ നമ്മൾ ഇതാ ഇവിടുന്ന് ഇറങ്ങുകയാണ്. എമിറേറ്റ് സിറ്റിയിൽ നിന്ന് പോവുകയാണ് കോർഫുഖാനിലോട്ട്. ഇപ്പോൾ ഏകദേശം ഇവിടെ ചൂടൊക്കെ ആയി ടെമ്പറേച്ചറൊക്കെ കൂടി വരുന്നുണ്ട് കേട്ടോ. മോർണിംഗിലൊക്കെ, നൈറ്റിൽ ചെറിയൊരു തണുപ്പൊക്കെ വേറെ ഉണ്ട്. അങ്ങനെ ഇതാ നമ്മൾ കോർഫുഖാനിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബസ്സിൽ നിന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ നാട്ടിലൊക്കെ മൂന്നാറിലൊക്കെ പോകുന്ന ഒരു വൈബായിരുന്നു ഫാമിലിയൊക്കെ ആയിട്ട്. ഭയങ്കര രസമായിരുന്നു അത്.
ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇനി പോകുന്നത് ഒരു മോസ്ക് നോക്കി നമുക്ക് നിസ്കരിക്കണം എല്ലാവർക്കും കൂടിയിട്ട്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മളവിടെ ഇറങ്ങും. പിന്നെ നമ്മളൊരു ഷീസ് പാർക്ക് പറഞ്ഞ കോർഫുഖാനിലുള്ള ഒരു പാർക്കിലോട്ടാണ് പോകുന്നത്. കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാനുണ്ട്. നമ്മുടെതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാം. കുട്ടികളെ അത്രയും നേരം നമുക്ക് ഇരിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഗൈസ് നമുക്ക് കുറിക്കാനുള്ള സമയമായി. അപ്പോൾ ഇതാ സോഹ ചിപ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ എത്താൻ ഇനി കുറച്ചും കൂടി ടൈമുള്ളൂ. അപ്പോൾ അങ്ങനെ ബസ്സിൽ ഇതാ പാട്ടും കളികളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് കുട്ടികളെല്ലാവരും, നമ്മളും വലിയവരും മുതിർന്നവരെല്ലാവരും എൻജോയ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, ഡാൻസൊക്കെ ചെയ്തുകൊണ്ട്. APT സോങ്ങൊക്കെയാണ് ഇപ്പോൾ അവർ കളിക്കുന്നത്. അങ്ങനെ നമ്മളിതാ കോർഫുഖാൻ ഇതുവരെ എത്തിയിട്ടില്ല ഗൈസ്, എത്താൻ പോകുന്നേ ഉള്ളൂ. വെയിറ്റ് ഇറ്റ്. ഈ ക്യാപ്പ് വെച്ചുകൊണ്ട് കളിക്കുന്ന ആളാണ് കേട്ടോ നമ്മുടെ അലിയക്കുട്ടി. അവൾ നന്നായി ഡാൻസ് ചെയ്യും. ഏതൊക്കെ ആ മൊമെൻറ്റിന് ഏതൊക്കെ സ്റ്റെപ്പ് വേണമെന്നുള്ളത് അവൾക്ക് നന്നായിട്ട് അറിയാം. ഇനി വലിയവരുടെ ഊഴായി, അവരും കളിക്കുന്നുണ്ടായിരുന്നു കുറേ പേര്. ജുവയും കുറേ എൻജോയ് ചെയ്തു. പിന്നെ കുറേ നേരം ഇങ്ങനെ ബസ്സിലിരിക്കുമ്പോൾ നമ്മൾ ടയേർഡ് ആവില്ലേ, അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ടയേർഡ്നെസ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വെയിലായത് കാരണം തലവേദന ആ ഒരു ഇഷ്യൂസുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു നമ്മുടെ ഇടയിൽ. ഞാൻ ഓൾസോ കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്ത് നമ്മളിതാ അവിടെ എത്താറായി. ഈ ഒരു ഫുജൈറിൻ്റെ ഭംഗി എന്ന് പറയുന്നത്, അത് എടുത്തു പറയേണ്ട ഒന്നെന്ന് പറയുന്നത് ഈ ഒരു മൗണ്ടെയ്ൻസാണ്. ഭയങ്കര രസമാണ് അത് കണ്ടിരിക്കാനും, അതിന്മേന്ന് വരുന്ന വാട്ടർഫോൾസും എല്ലാം കണ്ടിരിക്കാനൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മളിതവിടെ അടുത്ത് ഷീസ് പാർക്കിൻ്റെ അടുത്ത് എത്താറായി. അതിൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞ് ചെറിയൊരു എന്താ പറയുക ഷോപ്പുകളാണ് ഇതൊക്കെ. ഫുഡ് സ്ട്രീറ്റ് ഷോപ്പുകൾ ഉണ്ടാവില്ലേ, അതാണിത്. അങ്ങനെ ഗൈസ് നമ്മളിതാ ഷീസ് പാർക്കിൻ്റെ അടുത്ത് എത്താറായി. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം നമസ്കാരം നിർവഹിക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും ഫാമിലീസൊക്കെ കൂടി ഒരു അടുത്തുള്ള പള്ളിയിലോട്ട് പോയി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഷീസ് പാർക്കിലോട്ട് പോകുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ഷീസ് പാർക്കിലെത്തി കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുകയാണ്. നമ്മൾ ഇവിടെ ഫാമിലിയിൽ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ കഞ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ കയ്യിൽ കരുതിയിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് കഴിക്കാനുള്ളതൊക്കെ കൊടുത്ത് നമുക്ക് പിന്നെ എങ്ങനെയും മാനേജ് ചെയ്ത് എപ്പോഴായാലും കഴിക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് നിൽക്കാമല്ലോ. കുഞ്ഞുങ്ങൾ അതുപോലെയല്ലല്ലോ. അപ്പോൾ അവരുടെ ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് അവരിതാ കളിക്കുന്നുണ്ട്. പക്ഷേ ജൂ ഒന്നും കഴിച്ചില്ല. അതുകൊണ്ട് എനിക്കൊരു മനസ്സമാധാനം ഉണ്ടായില്ല. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്കിനി പുറത്തോട്ട് പോവാം. ഓക്കെ. ടെമ്പറേച്ചർ കൂടിയത് കാരണം നമുക്ക് നന്നായിട്ട് നടന്നിട്ട് ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ബസ് ഇതാണ്. അപ്പം ഇനി ബസ്സിലോട്ട് പോവാം. അങ്ങനെ ഇതാ ലബനപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ടയേർഡ്നെസ്സൊക്കെ ഒന്ന് ഇല്ലാതാക്കാം. ഓക്കെ. ഭയങ്കര ഒരു ആശ്വാസം കേട്ടോ ഇത് കുടിച്ചു കഴിഞ്ഞപ്പോൾ. അങ്ങനെ നമ്മുടെ യാത്ര ഇതാ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇനി നമ്മൾ പോവാൻ പോകുന്നത് ഒരു ഡാമാണ് ഡെസ്റ്റിനേഷൻ വെച്ചിട്ടുള്ളത്. പോയി നോക്കാം. അതിൻ്റെ ഇടയിൽ ജുവ നന്നായി ടയേർഡായി. അങ്ങനെ ഇതാ നമ്മുടെ ഡാം ഇവിടെ അടുത്തെത്തിയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആൻഡ് അമേസിങ് എന്ന് പറയാം. അതൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. പിക്കൊക്കെ എടുക്കാൻ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അടിപൊളിയായിരിക്കും ഈ ഒരു വ്യൂ എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല, കാരണം ജുവ ഉറങ്ങിയിരുന്നു. കുറച്ച് പേരൊക്കെ താഴെ പോയി ഫിഷിനൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. നിങ്ങൾക്കിതിൽ കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും ഇതിൻ്റെ ഒരു ഭംഗി എന്താണെന്നുള്ളത്. അത്രയും ഭംഗിയായിരുന്നു കാണാൻ ഈ മൗണ്ടെയ്ൻസിന് താഴെയുള്ള ഈ ഒരു ഡാം കാണാനൊക്കെ ആയിട്ട്.
അങ്ങനെ ഇതാ നമ്മൾ ബസ്സിൽ നിലവിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ കാണുന്നത്. കുറച്ച് പേരൊക്കെ താഴോട്ട് പോയി ഡാം കാണാൻ. അങ്ങനെ ഇതാ ഈവനിങ് ആയപ്പോൾ ഞാനൊരു പഴംപൊരിയൊക്കെ കഴിച്ചു. നമ്മളിതാ നമ്മുടെ പാർക്കിലെത്തിയിട്ടുണ്ട്. പാർക്കല്ല, സോറി, ബീച്ചാണ്. ഷാർക്ക് ഐലൻഡ് കോർഫക്കാനിലാണ്. ബോട്ട് സർവീസൊക്കെ ഉണ്ട് ഇവിടെ, നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. കാക്കു ജുവനെയും ഉമ്മാനെയൊക്കെ കൂട്ടിയിട്ടാണ് നടക്കുന്നത്. കാക്കുൻ്റെ എന്താ പറയുക, കൂടെ തന്നെ ഉണ്ട് അവർ. ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ജുവയ്ക്ക് ഇതിലോട്ട് ഇറങ്ങാനൊരു എന്താ പറയുക ആട്ടമുണ്ട്. പക്ഷേ അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല. ഇപ്പം എന്തായാലും നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട് സർവീസിൻ്റെ ആ ഒരു സൈഡിലോട്ട് പോയി ബോട്ടിൽ കയറണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പിന്നെ ഉമ്മാക്കും പിന്നെ ബാബിയുടെ ഫാദറിനും നോമ്പുള്ളത് കാരണം അത് നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ഒരു പ്ലേസ് കണ്ടെത്തി അവിടെ മാറ്റൊക്കെ വിരിച്ച് നമ്മളിതാ സെറ്റാക്കി കൊടുത്ത് അവരിവിടെ ഇരുത്തിയിട്ടാണ് നമ്മൾ ബോട്ട് സർവീസിൻ്റെ അങ്ങോട്ട് പോകുന്നത്. കാരണം അവർക്ക് നോമ്പുണ്ടായിരുന്നു, ഉമ്മാക്കും പിന്നെ എൻ്റെ ബാബിയുടെ ഉപ്പ, ബാബ എന്നാണ് ഞങ്ങൾ വിളിക്കുക. അപ്പോൾ അവർക്ക് നോമ്പുള്ളത് കാരണം നമ്മൾ അവരെക്കുള്ളതൊക്കെ സെറ്റാക്കി നമ്മൾ നമ്മുടെ ബോട്ട് സർവീസിൻ്റെ അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഇവിടുന്ന് നടക്കാനുണ്ട് അങ്ങോട്ട്. അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. കാക്കു നടന്ന് ടയേർഡായപ്പോൾ ജുവിനെ തലയിൽ കയറ്റിയെന്ന് തോന്നുന്നു അല്ലേ ഗൈസ്. ഇനിയും നടക്കാനുണ്ട്. അപ്പോൾ നമ്മളെ ടീംസ് എല്ലാവരും കൂടിയിട്ട് ഇതാ ബീച്ചിൻ്റെ അടുത്തെത്തി, ബോട്ടിംഗ് സർവീസിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. 500 ദിർഹംസ് ആണ് ബോട്ടിൽ നമ്മൾ പേ ചെയ്തതെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ, ക്ലിയർ ആയിട്ട് എനിക്കറിയില്ല, അപ്രോക്സിമേറ്റ്ലി എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളിതാ ഇവിടെ അടുത്തെത്തിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ജുവയും കുട്ടികളൊക്കെ ഇതാ ഇവിടെ വെള്ളത്തിൽ കളിക്കുകയാണ് ബീച്ചിൽ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ബോട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാം. അങ്ങനെ ഗൈസ് നമ്മളിതാ നമ്മുടെ ബോട്ടിൽ കയറി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നാട്ടിലെ ഞാൻ ഇങ്ങനത്തെ ഇതിൽ കയറിയിട്ടുള്ളൂ. പക്ഷേ ഇതൊരുപാട് സ്പീഡായിരുന്നു. അതായത് ഭയങ്കര ജും ജാക്ക് എന്ന് പറഞ്ഞപ്പോഴത്തെ ഭയങ്കര സ്പീഡായിരുന്നു. നല്ല രസമായിരുന്നു. ലൈഫിൽ എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റിയ നല്ലൊരു ട്രിപ്പ് തന്നെ ആയിരുന്നു ഇത്. നമുക്ക് കുറച്ച് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഒരുപാട് ഈദായത് കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് അവർക്കുള്ളത് കാരണം നമ്മളെ 1 റൗണ്ടേ കറക്കിയിട്ട് അവർ നമ്മുടെ എന്താ പറയുക ആദ്യം നമ്മൾ കയറിയ ഭാഗത്ത് നമ്മൾ അവിടെ എത്തിച്ചു. അപ്പോൾ നമ്മളെല്ലാവരും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. ജുവയും ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഭയങ്കര സ്പീഡായിരുന്നു കേട്ടോ, എടുത്തു പറയേണ്ടിയിരുന്നു, ഭയങ്കര സ്പീഡായിരുന്നു. അപ്പോൾ നമ്മുടെ ഈദ് സെലിബ്രേഷൻ ഇത്രയേ ഉള്ളൂ. ബാക്കി ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ ബൈ, ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും.